കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃത മസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ ഈ 56 ആണ് ചെയ്ത് നിർത്തിയത് യുദ്ധകാന്ഡം 8ാം സംഘത്തിലല്ലേ. അപ്പോൾ പിന്നെ ഈ വലിയ വലിയ കാര്യങ്ങൾ പ്രയാസം കൂടാതെ നടത്തിയ രാമൻ ഈ കുംഭകർണനെ, അതായത് രാമൻ എത്ര നിഷ്പ്രയാസം വധിച്ചല്ലേ കുംഭകർണനെ. അപ്പോൾ ഇങ്ങനെയുള്ള അതിബലവാനായിട്ടുള്ള രാമൻ കുംഭകർണനെ വധിച്ചു എന്ന് കേട്ടപ്പോൾ രാവണൻ ദുഃഖം കൊണ്ട് മോഹാലസ്യപ്പെട്ട് ഭൂമിയിൽ വീണു. ബോധം തെളിഞ്ഞപ്പോൾ പലതും പറഞ്ഞ് കരയാൻ തുടങ്ങി. കുംഭകർണനെ പിന്നെ വധിച്ചൻ്റെ ദുഃഖം കൊണ്ട് അച്ഛൻ കരയണത് കണ്ടപ്പോൾ ഇന്ദ്രജിത്ത് അവിടെ വന്നിട്ട് പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങക്ക് ദുഃഖിക്കാൻ അവകാശമില്ല. ഞാൻ അതുകൊണ്ട് ദുഃഖത്തെ തീരെ വെടിഞ്ഞിട്ട് സമാധാനമായിട്ടിരിക്കൂ എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു ഇന്ദ്രജിത്ത് എന്ന് പറഞ്ഞ് നിർത്തി നമ്മൾ. ഇനി 57, 58, 59 ഒന്നിച്ചാണ്. സർവം സമീകരിഷ്യാമി ഹനിഷ്യാമി ച വൈരിഭൂൻ ഗത്വാ നികുംഭിലാം സദ്യസ്തർപ്പയിത്വാ ഹുതാശനം ലബ്ധ്വാ രഥാധികം തസ്മാദ് അജേയോഹം ഭവാമ്യരേഃ ഇത്യുക്ത്വാ ത്വരിതം ഗത്വാ നിർദ്ദിഷ്ടം ഹവനസ്ഥലം രക്തമാല്യാംബരധരോ രക്തഗന്ധാനുലേപനഃ നികുംഭിലാസ്ഥലേ മൗനി ഹവനായോപചക്രമേ. എന്താ പറയണം നോക്കാം. സർവം സമീകരിഷ്യാമി, സർവത്തെയും സമീകരിക്കുന്നേൻ. ലിബൂൻ ഹനിഷ്യാമീച്ച, ഞാനെല്ലാം വേണ്ട പോലെ ചെയ്തോളാം. ലിബുക്കളെ ഹനിക്കുകയും ചെയ്യാം. നിശ്ചയം സദ്യ നികുംഭിലാം ഗത്വ, ഉടനെ നികുംഭിലയിൽ പോയിട്ട് ഹുതാശനം തർപ്പയിത്വ, അഗ്നിയെ തർപ്പണം ചെയ്തിട്ട് തസ്മാത് രഥാധികം ലബ്ധ്വ, അഗ്നിയിൽ നിന്ന് രഥത്തെ ലഭിച്ചിട്ട്, അഗ്നിയെ പൂജിച്ചിട്ടേ, അഗ്നി ആരാധിച്ചിട്ട് അഗ്നിയിൽ നിന്ന് വരുന്ന രഥത്തെ ലഭിച്ചിട്ട് അരേഹേ അജേയ ഭവാമി, ഞാൻ ശത്രുവിനാൽ ഒരിക്കലും ജയിക്കപ്പെടാത്തവനായിത്തീരുന്ന, ഞാൻ ഇപ്പോൾ ഹോമം ചെയ്ത് പ്രത്യേക പൂജ എന്തോ ചെയ്തിട്ട് അതിന്ന് രഥം എനിക്ക് ലഭിക്കും. അപ്പം പിന്നെ ഞാൻ അജയ്യനാവും, എന്നെ ജയിക്കാൻ ആർക്കും കഴിയാത്തവനായിത്തീരും ഞാൻ. ഇത് ഉക്ത്വ, ഇപ്രകാരം പറഞ്ഞിട്ട് നിർദ്ദിഷ്ടം ഹവനസ്ഥലം ത്വരിതം ഗത്വ, ആ നിർദ്ദേശിക്കപ്പെട്ട ഹോമസ്ഥലത്തിലേക്ക് വേഗം പോയിട്ട് രക്തമാല്യാംബരധര, ചുമന്ന മാലയും വസ്ത്രമൊക്കെ ധരിച്ചിട്ട് രക്തഗന്ധാനുലേപനം, രക്തചന്ദനമൊക്കെ മേലിൽ തേച്ച് നികുംഭിലാസ്ഥലേ മൗനി, ആ നികുംഭില എന്ന സ്ഥലത്ത് മൗനിയായിട്ട് മിണ്ടാതെ മൗനവ്രതം അനുഷ്ഠിച്ച് ഹവനായ ഉപചക്രമേ, ഹോമത്തിനായി കൊണ്ട് പുറപ്പെട്ടു. അതായത് അച്ഛൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട, സമാധാനമായിട്ട് ഇരുന്നോളൂ എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ ഇതും കൂടിയും പറയുന്നുണ്ട് ഇന്ദ്രജിത്തെ. എന്താ ഞാൻ സമാധാനമായി ഇരുന്നോളൂ എന്ന് പറയാൻ കാരണം വെച്ചാൽ, ശത്രുവിൻ്റെ ബന്ധുക്കളെ മുഴുവൻ നശിപ്പിച്ച് അവനെയും, അതായത് ശ്രീരാമനെയും അങ്ങേപ്പോലെ ദുഃഖിപ്പിക്കുന്നവനാക്കും ഞാൻ. അതാണ് പറയണത്. അങ്ങയുടെ ശത്രുവായിട്ടുള്ള ശ്രീരാമൻ്റെ ബന്ധുക്കളെയൊക്കെ ആദ്യം ഞാൻ കൊല്ലും. എന്നിട്ട് ശ്രീരാമനെ അങ്ങിപ്പം എങ്ങനെ ദുഃഖിക്കണു അതുപോലെ ഞാൻ ശ്രീരാമന് ദുഃഖം നൽകും, അല്ലെങ്കിൽ ദുഃഖിപ്പിക്കും. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഞാൻ എല്ലാം വേണ്ട പോലെ ചെയ്തോളാം, ശത്രുക്കളെ ഞാൻ നിശ്ചയമായിട്ടും നശിപ്പിച്ചോളാം. ഇപ്പം തന്നെ ഞാൻ നികുംഭില എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഈ ഹോമമൊക്കെ ചെയ്യണത്. നികുംഭിലയിലേക്ക് പോയിട്ട് അഗ്നിദേവനെ പ്രസാദിപ്പിച്ചിട്ട്
ഹോമം ചെയ്തിട്ട് അഗ്നിദേവനെ പ്രസാദിപ്പിച്ചിട്ട് യുദ്ധത്തിന് ആവശ്യമായിട്ടുള്ള രഥത്തിനെ അഗ്നിയിൽ നിന്ന് അഗ്നിദേവൻ തരും എനിക്ക്, ഞാൻ അഗ്നിദേവനെ പ്രസാദിപ്പിക്കുമ്പോഴേ. അപ്പോൾ അഗ്നിദേവനെ ആരാധിച്ച് അഗ്നിദേവനെ പ്രസാദിപ്പിച്ചിട്ട് അഗ്നിദേവൻ്റെ കയ്യിൽ നിന്ന് രഥാദികളൊക്കെ ഞാൻ ലഭിച്ചതിന് ശേഷം ഞാൻ യുദ്ധത്തിന് പോവും. അപ്പോൾ ഞാൻ അജയ്യനാവും, എന്നെ ശത്രുക്കൾക്കൊന്നും ജയിക്കാൻ കഴിയാത്തവനാവും ഞാൻ എന്ന് പറഞ്ഞ് വേഗം അങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. അതുകൊണ്ടാണ് സമാധാനമായിരിക്കൂ പറയണത്. ഞാൻ അജയ്യനായിത്തീരും, അപ്പം ഞാൻ ശത്രുക്കളെയൊക്കെ കൊന്നു വരാൻ എന്നിട്ട് ഇപ്പം അച്ഛൻ അനുഭവിക്കുന്ന ദുഃഖം ഞാൻ ശ്രീരാമനെ അനുഭവിപ്പിക്കുന്നൊക്കെ പറയണം. അതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ പറഞ്ഞിട്ട് വേഗം ഈ ഹോമം ചെയ്യുന്ന സ്ഥലത്തെത്തി രക്തമാലയൊക്കെ കഴുത്തിലിട്ട് ചുമന്ന വസ്ത്രമൊക്കെ ധരിച്ച് രക്തചന്ദനമൊക്കെ ദേഹത്തിലൊക്കെ പൂശി നികുംഭില എന്ന പേരായ ആ സ്ഥലത്ത് ചെന്ന് മൗനവ്രതം അനുഷ്ഠിച്ചുകൊണ്ട് ഹോമം ചെയ്യാൻ ആരംഭിച്ചു. ആര്? ഇന്ദ്രജിത്ത്, രാവണൻ്റെ മൂത്ത മകൻ അല്ലേ. അപ്പം നമുക്ക് 57, 58, 59 വായിക്കാം. സർവം സമീകരിഷ്യാമി, ഞാൻ എല്ലാം ശരിയാക്കിക്കൊള്ളാം എന്നാണ് പറയുന്നത്. അതാണ് സർവം സമീകരിഷ്യാമി ഹനിഷ്യാമി ച വൈ രിപൂൻ, രിപുക്കളെ കൊന്നോളാം. ഗത്വാ നികുംഭിലാം സദ്യസ്തർപ്പയിത്വാഹുതാശനം, നികുംഭിലയിൽ പോയിട്ട് ഹോമം ചെയ്യാം അഗ്നിദേവനെ പ്രസാദിപ്പിക്കാൻ. ലബ്ധ്വ, അപ്പം എന്താ? ലബ്ധ്വ രഥാധികം തസ്മാത്, അപ്പം എനിക്ക് രഥങ്ങളൊക്കെ കിട്ടും, അഗ്നിദേവൻ തന്ന രഥങ്ങൾ, അതിൽ കയറി ഞാൻ അജയ്യനാവുന്ന. അജേയോഹം ഭവാമ്യരേഹേ, ഞാൻ ആരാലും ജയിക്കപ്പെടാത്തവനാവും. ഇത്യുക്ത്വ, ഇത് പറഞ്ഞിട്ട് ത്വരിതം ഗത്വ, വേഗം പോയിട്ട് നിർദ്ദിഷ്ടം ഹവനസ്ഥലം, ആ ഹോമം ചെയ്യുന്ന സ്ഥലത്തെത്തി. രക്തമാല്യാംബരധരോ, രക്തമാലയും രക്തമായിട്ടുള്ള അമ്പരവും വസ്ത്രവും ചുവന്ന വസ്ത്രവും ധരിച്ച് രക്തഗന്ധാനുലേപനം, രക്തചന്ദനവും തേച്ച് നികുംഭിലാ സ്ഥലേ മൗനി, മൗനവ്രതം അനുഷ്ഠിച്ച് നികുംഭിലയിൽ ഹവനായോപചക്രമേ, ഹോമം തുടങ്ങി. മലയാളം പോലത്തെ സംസ്കൃത അല്ലേ, നമുക്ക് വായിക്കുമ്പോൾ തന്നെ അത് കുറേ മനസ്സിലാവും. 60, 61, 62 വായിക്കാം. വിഭീഷണോഥ തശ്രുത്വാ മേഘനാദസ്യ ചേഷ്ടിതം പ്രാഹരാമായ സകലം ഹോമാരംഭം ദുരാത്മനഃ സമാപ്യതേ ചേദ്ധോമോയം മേഘനാദസ്യ ദുർമതേഃ തദാജേയോ ഭവേദ്രാമ മേഘനാദസുരാസുരൈഃ അതഃ ശീഘ്രം ലക്ഷ്മണേന ഘാതയിഷ്യാമി രാവണിം ആജ്ഞാപയ മയാ സാർദ്ധം ലക്ഷ്മണം ബലിനാം വരം ഹനിഷ്യതി ന സന്ദേഹോ മേഘനാദം തവാനുജ. എന്താണെന്നിപ്പം പറയണ വെച്ചാൽ മേഘനാദസ്യ തച്ചേഷ്ടിതം, ഇങ്ങനെ മേഘനാഥൻ ഈ നികുംഭിലയിലേക്ക് ഹോമം ചെയ്യാനായിട്ട് പോയത് വിഭീഷണ ശ്രുത്വ, മേഘനാഥൻ ഇന്ദ്രജിത്ത് ഇങ്ങനെ നികുംഭിലയിലേക്ക് ഹോമം ചെയ്യാനായിട്ട് പോയി എന്ന് വിഭീഷണൻ കേട്ടു, അറിഞ്ഞു. അത് ദുരാത്മനഃ സകലം ഹോമാരംഭം രാമായ പ്രാഹ, ഈ ദുരാത്മാവിൻ്റെ ഈ ഹോമാരംഭത്തെ പറ്റി, ഹോമം ആരംഭിക്കാൻ പോവുകയാണ്, അതിവിശേഷമായിട്ടുള്ള ഹോമം. അപ്പം അജയനാവേ, അത് ഇന്ദ്രജിത്ത് ആരംഭിക്കാൻ പോവുകയാണെന്ന് രാമനോട് പോയി പറഞ്ഞു. ദുർമദേഹേ മേഘനാദസ്യ, മഹാദുർബുദ്ധിയായിട്ടുള്ള ഈ ഇന്ദ്രജിത്തിൻ്റെ അയം ഹോമ സമാപ്യതേ ചെയ്ത്, ഈ ഹോമം മുഴുവനാക്കാൻ സാധിച്ചു ഇന്ദ്രജിത്തിന് എങ്കിൽ തഥാ അപ്പോൾ രാമ മേഘനാഥ സുരാസുരൈഹി, ഹേ രാമ മേഘനാഥൻ സുരന്മാരും അസുരന്മാരാലും ദേവന്മാരാലും അസുരന്മാരാലും അജേയ ഭവേത്, ജയിക്കപ്പെടാൻ കഴിയാത്തവനായി തീരും. ഇപ്പം ഹോമം തുടങ്ങിയിട്ടുണ്ട്, ആ ഹോമം മുഴുമിപ്പിക്കാൻ സാധിച്ചാൽ ഇന്ദ്രജിത്ത് അല്ലെങ്കിൽ മേഘനാഥൻ ദേവന്മാരാലും അസുരന്മാരാലും ജയിക്കപ്പെടാൻ കഴിയാത്തവനായി തീരും. അതഃ ശീഘ്രം, അതുകൊണ്ട് വേഗം ലക്ഷ്മണേന രാവണിം ഘാതയിഷ്യാമി, ലക്ഷ്മണനെ കൊണ്ട് ആ രാവണപുത്രനെ വധിപ്പിക്കൂ. ബലിനാം വരം ലക്ഷ്മണൻ, ബലവാന്മാരിൽ ശ്രേഷ്ഠനായിട്ടുള്ള ലക്ഷ്മണനെ മയാസാർത്ഥം ആജ്ഞാപയ,
എന്നോടുകൂടി വരാൻ ലക്ഷ്മണനോട് ആജ്ഞാപിക്കുമെന്ന്. ലക്ഷ്മണനോട് എന്നോടുകൂടി വരാൻ പറയൂ, വേഗം പോയി കൊല്ലണം, അല്ലെങ്കിൽ ആ ഹോമം പൂർണ്ണാക്കിച്ചാൽ ബുദ്ധിമുട്ടാവും. തവ അനുജ, അങ്ങയുടെ അനുജൻ മേഘനാഥം ഹനിഷ്യതി, മേഘനാഥനെ കൊല്ലാൻ കഴിവുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്ന സന്ദേഹ, എനിക്കൊരു പേടിയില്ല, തീർച്ചയായിട്ടും സംശയമില്ല. പിന്നെ ലക്ഷ്മണന് മേഘനാഥനെ അല്ലെങ്കിൽ ഇന്ദ്രജിത്തിനെ വധിക്കാൻ സാധിക്കുമെന്ന് പറയാണ്. എന്താണ് അപ്പം ഇതിൽ ഈ 3 ശ്ലോകത്തെ പറഞ്ഞാൽ, ഇന്ദ്രജിത്തിൻ്റെ ഹോമം ആരംഭിച്ചു എന്ന് ഉള്ള വിവരം അറിഞ്ഞിട്ട് വിഭീഷണൻ ആ ദുഷ്ടനായ അവൻ്റെ ഹോമം ആരംഭത്തിനെ പറ്റി രാമനോട് പറഞ്ഞു. ഹേ രാമ, ആ ദുർബുദ്ധിയായിട്ടുള്ള മേഘനാഥൻ ഹോമം ആരംഭിച്ചിരിക്കുന്ന ഈ ഹോമം വിഘ്നമൊന്നും കൂടാതെ നടന്നാൽ, അത് പൂർണ്ണമാക്കാൻ സാധിച്ചാൽ പിന്നെ അവനെ ദേവന്മാർക്കും അസുരന്മാർക്കും ഒന്നും ജയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വേഗം ലക്ഷ്മണനെ കൊണ്ട് മേഘനാഥനെ വധിപ്പിക്കാം. ബലവാന്മാരിൽ വെച്ച് ബലവാനായിട്ടുള്ള ലക്ഷ്മണൻ എന്നോടുകൂടി വരാൻ അങ്ങ് കൽപ്പിച്ചാലും അങ്ങയുടെ സഹോദരൻ മേഘനാഥനെ ഹനിക്കും, അതിലെനിക്ക് യാതൊരു സംശയവുമില്ല എന്ന് വിഭീഷണൻ പറയാണ്. വിഭീഷണോധ തച്ഛ്രുത്വാ മേഘനാഥസ്യ ചേഷ്ടിതം പ്രാഹ രാമായ സകലം ഹോമാരംഭം ദുരാത്മനഃ സമാപ്യതേ ചേത്ഥോമോയം മേഘനാഥസ്യ ദുർമതേ തദാ ജേയോ ഭവേദ്രാമ മേഘനാഥസുരാസുരൈഃ. അജയനായിത്തീരുന്നേ. അതശീഘ്രം ലക്ഷ്മണേന ഘാതയിഷ്യാമി രാവണിം ആജ്ഞാപയമയാ സാർദ്ധം ലക്ഷ്മണം ബലിനാം വരം ഹനിഷ്യതി ന സന്ദേഹോ മേഘനാഥം തവാനുജ. അപ്പം ശ്രീരാമൻ പറയാണ്, ശ്രീരാമ ഉവാച അഹമേവാഗമിഷ്യാമി ഹന്തുമിന്ദ്രജിതം ജിബും ആഗ്നേയേന മഹാസ്ത്രേണ സർവരാക്ഷസഖാദിന. ആഗ്നേയേന മഹാസ്ത്രേണ, സർവരാക്ഷസന്മാരെയും സംഹരിക്കുന്ന ആഗ്നേയാസ്ത്രം കൊണ്ട് ഇന്ദ്രജിത്ത് രിപും ഹന്തും, ഇന്ദ്രജിത്ത് എന്ന ശത്രുവിനെ ഞാൻ ഹനിപ്പാനായിക്കൊണ്ട് അഹമേവ ആഗമിഷ്യാമി, ഞാൻ തന്നെ പോവാമെന്ന്. ലക്ഷ്മണനെ അയക്കേണ്ട, ആഗ്നേയാസ്ത്രം കൊണ്ട് ഞാൻ തന്നെ കൊന്നോളാം എന്ന് പറയാണ്. അതായത് സകല രാക്ഷസന്മാരെയും സംഹരിക്കാൻ ശക്തിയുള്ള ആഗ്നേയാസ്ത്രം കൊണ്ട് ഇന്ദ്രജിത്ത് എന്ന ശത്രുവിനെ വധിക്കാൻ ഞാൻ തന്നെ വരാം എന്ന് പറഞ്ഞു. ശ്രീരാമ ഉവാച അഹമേവാഗമിഷ്യാമി ഹന്തുമിന്ദ്രജിതം രിപും ആഗ്നേയേന മഹാസ്ത്രേണ സർവരാക്ഷസഖാദിന. ഇനി 64, 65, 66, 67, 68 ഒന്നിച്ചാണ് കേട്ടോ. അതായത് അതോടുകൂടി ഈ അധ്യായം കഴിഞ്ഞു, ഈ സർഗം കഴിഞ്ഞു. നോക്കാം നമുക്ക്. വിഭീഷണോപി തം പ്രാഹ നാസാവന്യേർ നിഹന്യതേ യസ്തു 12 വർഷാണി നിദ്രാഹാര വിവർജിത. വിഭീഷണ അഭീതം പ്രാഹ, വിഭീഷണൻ പറഞ്ഞു, യഹത്തു യാതൊരുത്തനാകട്ടെ 12 വർഷാണി നിദ്രാഹാര വിവർജിത, 12 വർഷം ഉറക്കവും ആഹാരവും വർജിച്ചിരിക്കുന്നവൻ, അസ്യ ദുരാത്മനഃ മൃത്യു, ഈ ദുഷ്ടൻ്റെ മരണം, തേന ഏവ അവനാൽ തന്നെ, അസൗ അന്യേ നിഹന്യത, അതാണ് പറഞ്ഞത്. എന്താ പറയണ വെച്ചാൽ, അപ്പം വിഭീഷണൻ പറഞ്ഞു, ശ്രീരാമൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഹേ പ്രഭോ, ഇന്ദ്രജിത്തിനെ ലക്ഷ്മണനിലാണ്ട് വധിക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ 12 കൊല്ലം ആഹാരവും നിദ്രയും ഉപേക്ഷിച്ചിരിക്കുന്നവന് മാത്രമേ ഇന്ദ്രജിത്തിനെ വധിക്കാൻ സാധിക്കുള്ളൂ. ഇനി അതെന്തുകൊണ്ടാണെന്നൊക്കെ പറയണ്ട കേട്ടോ. വിഭീഷണോപി തം പ്രാഹ, വിഭീഷണൻ പറഞ്ഞു എന്ന്, നാസാ വന്യീർ നിഹന്യതേ, വേറെ ആർക്കും വധിക്കാൻ പറ്റില്ല. യസ്തു 12 വർഷാണി നിദ്രാഹാര വിവർജിത, 12 കൊല്ലം ആഹാരവും ഭക്ഷണവും കഴിക്കാത്ത ഒരാൾക്കേ വധിക്കാൻ പറ്റുള്ളൂ എന്ന് ഒരു വരണ്ട്. അതാണ് അടുത്തതിൽ പറയണത്. 12 വർഷാണി നിദ്രാഹാര വിവർജിത തേനൈവ മൃത്യുർനിർദിഷ്ടോ ബ്രഹ്മണാസ്യ ദുരാത്മന ലക്ഷ്മണസ്തു അയോധ്യായ നിർഗമ്യായ ത്വയാ സഹ.
അതായത് ബ്രഹ്മണ നിർദ്ദിഷ്ട, ബ്രഹ്മാവ് അതാണ്, അതെ, ബ്രഹ്മണ നിർദ്ദിഷ്ട എന്നാണ്, ബ്രഹ്മാവിനാൽ നിർദ്ദേശിക്കപ്പെട്ടിരുന്നു. എന്ത്? 12 കൊല്ലം നിദ്രയും ആഹാരവും ഇല്ലാത്ത ആളെയൊക്കെ വധിക്കാൻ പറ്റുള്ളൂ എന്ന്. അങ്ങനെ ഒരു വരം കൊടുത്തിരിക്കുന്നു ഇന്ദ്രജിത്തിനെ. ലക്ഷ്മണ തുന്ന, ലക്ഷ്മണൻ എന്താ? അയോധ്യയിൽ നിന്ന് നിർഗമ്യ, രാമൻ്റെ കൂടെ പോയില്ലേ 14 കൊല്ലം. അപ്പോൾ ഉറങ്ങാണ്ടിരുന്നു, ഭക്ഷണവും കഴിക്കാണ്ടിരുന്നു, ശ്രീരാമനെയും സീതയും സംരക്ഷിച്ചുകൊണ്ടേ. അയോധ്യയിൽ നിന്ന് പോയിട്ട് ത്വയാ സഹ ആയാത്, അങ്ങയോടുകൂടി ആഗമിച്ചു. തദാദി, അന്നു മുതൽ രഘുത്തമ, ഹേ രഘുശ്രേഷ്ഠ, അന്ന് തൊട്ട് അങ്ങയുടെ സേവയാണ് ചെയ്യണത് അല്ലേ? അതാണ് ഞാൻ അടുത്തേൽ പറയുന്നത് കേട്ടോ. തേനൈവ മൃത്യു നിർദ്ദിഷ്ടോ ബ്രഹ്മണാസ്യ ദുരാത്മന, അങ്ങനെ ഒരു വരം ബ്രഹ്മാവ് ഇന്ദ്രിയത്തിന് കൊടുത്തു. 12 കൊല്ലം നിദ്രയും ആഹാരമില്ലാത്ത ആളെ കൊല്ലുള്ളൂന്നേ. ലക്ഷ്മണൻ അത് ചെയ്തു. ലക്ഷ്മണസ്തു അയോധ്യായ നിർഗമ്യായ ത്വയാ സഹ, അങ്ങയുടെ കൂടെ വന്നുല്ലോ. എന്നിട്ട് പിന്നെ തദാതി നിദ്രാഹാരാദീന്ന ജാനാതി രഘുത്തമ, സേവാർത്ഥം തവ രാജേന്ദ്ര ജ്ഞാതം സർവമിതം മയാ. എന്നിട്ട് അന്ന് തൊട്ട് നിദ്രാഹാരദീന്ന, നിദ്രയും ആഹാരവും ഇല്ലാതെ, ജാനാതി അങ്ങനെ ഇരുന്നുല്ലോ, അങ്ങേ സീതയും സംരക്ഷിച്ചുകൊണ്ട്, ഹേ രഘുത്തമ, സേവാർത്ഥം തവ രാജേന്ദ്ര, അങ്ങേ സേവിച്ചുകൊണ്ട് 14 കൊല്ലം, അപ്പോൾ 12-ൽ മീതയില്ലോ. ജ്ഞാതം സർവമിതം മയാ, അതൊക്കെ എനിക്കറിയാം. അതാണ് പറയണത്. രഘുശ്രേഷ്ഠ, അങ്ങയുടെ സേവയ്ക്കായിക്കൊണ്ട് ആഹാരാദീന്ന ജാനാതി, ആഹാരിതികളെ ഒന്നും കഴിച്ചില്ല. ഇതാ സർവം മയാ ജ്ഞാത, ഇതൊക്കെ എനിക്ക് അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയണമെന്ന് പറയാം. തദാജ്ഞാപയ ദേവേശ, അതുകൊണ്ട് ആജ്ഞാപിക്കൂ ലക്ഷ്മണനോട് എൻ്റെ കൂടെ വരാൻ. ലക്ഷ്മണം ത്വരയാമയാ ഹനിഷ്യതി ന സന്ദേഹ ശേഷ സാക്ഷാൽ ധരാധര. അതുകൊണ്ട് ലക്ഷ്മണം അതാണ് പറയണത്. തത് ദേവേശ, ഹേ ദേവശ്രേഷ്ഠ, ലക്ഷ്മണം മയാ സഹ ത്വരയാ ആജ്ഞാപയ, ലക്ഷ്മണൻ എന്നോടുകൂടി ശീഘ്രം വരാൻ കൽപ്പിച്ചാലും സാക്ഷാൽ ധരാധര ശേഷം, ഭൂമിയെ ധരിച്ചിരിക്കുന്ന സാക്ഷാത്തായ ആദിശേഷനാണല്ലോ ആര്? ലക്ഷ്മണനെ. ഹനിഷ്യതിന സന്ദേഹ, തീർച്ചയായിട്ടും കൊല്ലും ആരെ? ഇന്ദ്രജിത്തിനെ. അനന്തൻ്റെ അവതാരമായിട്ടുള്ള ലക്ഷ്മണൻ തീർച്ചയായിട്ടും ഇന്ദ്രജിത്തിനെ കൊല്ലും. അതുകൊണ്ട് വേഗം എൻ്റെ കൂടെ അയക്കൂ. തദാജ്ഞാപയ ദേവേശ ലക്ഷ്മണം ത്വരയാമയ ഹനിഷ്യതി ന സന്ദേഹ ശേഷ സാക്ഷാൽ ധരാധര. ഇനി അവസാനത്തെ ശ്ലോകം ഈ സർഗത്തിലത്തെ. ത്വമേവ സാക്ഷാൽ ജഗദാമധീശോ നാരായണോ ലക്ഷ്മണ ഏവ ശേഷഃ യുവാം ധരാഭാരനിവാരണാർത്ഥം ജാതൗ ജഗൗ ജഗന്നാടകസൂത്രധാരൗ. അല്ലേ? അപ്പം എനിക്കതൊക്കെ അറിയാം, എനിക്ക് നല്ല ഉറപ്പുണ്ട്. അനന്തൻ പാമ്പാണ്, ആദിശേഷനാണ് ജനിച്ചിരിക്കുന്നത് ലക്ഷ്മണനായിട്ടെന്ന്. അതോ ത്വം, അങ്ങാണെങ്കിലോ ത്വം നിന്ദ്രിവടി സാക്ഷാൽ ജഗദാമധീശ നാരായണ ഏവ, അങ്ങാണെങ്കിൽ സാക്ഷാൽ ലോകനാഥനായിട്ടുള്ള നാരായണൻ. ലക്ഷ്മണ ശേഷ, ലക്ഷ്മണൻ ആദിശേഷൻ. ഈ ജഗന്നാടക സൂത്രധാരവും യുവാം, ഈ ലോകനാടകത്തിൻ്റെ സൂത്രധാരന്മാരായിട്ടുള്ള നിങ്ങൾ രണ്ടാളും വെറൊരു നാടകം കളിക്കണം നിങ്ങൾ. ധരാഭാര നിവാരണാർത്ഥം, ഭൂമി ദേവിയുടെ ഭാരം കുറയ്ക്കാനായിക്കൊണ്ട് ജാതൗ ജനിച്ചവരാകുന്നു, അതെനിക്കറിയാം എന്ന്. അതാണ് എന്താണ് പറയണത്? ഇന്ദിരവടി ലോകങ്ങളുടെ സൃഷ്ടിയാദി കർമ്മങ്ങളുടെ മുഴുവൻ അധീശ്വരനായിട്ടുള്ള സാക്ഷാൽ നാരായണനാണ്. ലക്ഷ്മണനാണെങ്കിൽ ആദിശേഷനാണ്. ലോകസൃഷ്ടി ഈ സ്ഥിതി, ലോക സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളൊക്കെ നിങ്ങളുടെ നാടകങ്ങളാണ്. ഈ ലീലകളെ നടത്തുന്ന സൂത്രധാരന്മാരായ നിങ്ങളെ രണ്ടുപേരും ഈ ഭൂമിയുടെ ഭാരം കുറയ്ക്കാനായിട്ടാണ് അവതരിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കണു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ എല്ലാത്തിൻ്റെ ശ്ലോകത്തിൻ്റെ ഒന്നിച്ചാണ് ശരിക്കും പറയേണ്ടത്. അപ്പം ഞാൻ അതൊന്ന് ഒന്നിച്ച് പറഞ്ഞിട്ട് നമുക്ക് ഈ ഇന്നത്തെ നിർത്താം. അത് കഴിഞ്ഞ് നാളെ 9-ാം സർഗത്തിലേക്ക് പോവാം. എന്താ വെച്ചാൽ വിഭീഷണൻ അപ്പോൾ ശ്രീരാമനോട് പറഞ്ഞു, ഹേ ശ്രീരാമചന്ദ്രപ്രഭോ, ഇന്ദ്രജിത്തിനെ ലക്ഷ്മണനല്ലാതെ വേറെ ആർക്കും വധിക്കാൻ പറ്റില്ല. എന്താ കാരണം വെച്ചാൽ
12 കൊല്ലം ആഹാരവും നിദ്രയും ഉപേക്ഷിച്ച ഒരാൾക്ക് മാത്രമേ ഇന്ദ്രജിത്തിനെ വധിക്കാൻ സാധിക്കുള്ളൂ എന്ന് ബ്രഹ്മദേവൻ ഒരു വരം കൊടുത്തിരിക്കണു ഈ ദുഷ്ടന്. അപ്പോൾ ലക്ഷ്മണനാണെങ്കിൽ അത് പിന്നെ ചെയ്ത ആളാണ്. ലക്ഷ്മണൻ അയോധ്യ എന്ന് പുറപ്പെട്ട ഭഗവാനോടുകൂടി വന്നത് പിന്നെ അങ്ങയെ ശുശ്രൂഷിക്കുന്നതിനായിട്ട് ആഹാരവും നിദ്രയും ഒന്നും, ആഹാരം കഴിച്ചില്ല, ഉറങ്ങിയില്ല, അങ്ങനെ അങ്ങയും സീതാദേവിയും പരിരക്ഷിച്ചു അല്ലേ. അങ്ങനെ 12 കൊല്ലമല്ല 14 കൊല്ലം. അപ്പോൾ ഈ സംഗതിക്ക് എനിക്കറിയാം ഹേ രാജാവേ, രാമചന്ദ്ര പ്രഭോ. അതുകൊണ്ട് ഒട്ടും കാലതാമസം ഇല്ലാണ്ട് ലക്ഷ്മണനോട് എന്നോടുകൂടി വരാൻ കൽപ്പിച്ചാലും കൽപ്പിക്കൂ. സാക്ഷാൽ ആദിശേഷൻ്റെ അവതാരമാണ് ലക്ഷ്മണൻ എനിക്കറിയാം. അദ്ദേഹം ഇന്ദ്രജിത്തിനെ ഒരു വിഷമവും ഇല്ലാതെ നിഗ്രഹിക്കും, സംശയമില്ല. നിന്തിരുവടിയാണെങ്കിൽ ലോകങ്ങളുടെ സൃഷ്ടിയാദി കർമ്മങ്ങളുടെ മുഴുവൻ അധീശ്വരനായിട്ടുള്ള നാരായണൻ, സാക്ഷാൽ ശ്രീനാരായണൻ തന്നെയാണെന്ന് എനിക്കറിയാം. ആൻഡ് പിന്നെ ആദിശേഷൻ തന്നെയാണ് ലക്ഷ്മണനായിട്ട് അങ്ങേ സഹായിക്കാൻ അവതരിച്ചിരിക്കണമെന്നറിയാം. അങ്ങും നിങ്ങൾ രണ്ടാളും കൂടി ഈ ആടുന്ന ഈ നാടകത്തിൻ്റെയൊക്കെ ഈ ലീലകളുടെയൊക്കെ സൂത്രധാരന്മാർ നിങ്ങളാണ്. ഭൂമിയുടെ ഭാരം കുറയ്ക്കാനായിട്ടാണ് ഭൂമിദേവിയുടെ പ്രാർത്ഥന അനുസരിച്ച് നിങ്ങൾ ഈ അവതാരം എടുത്ത് ഈ നാടകം ആടണതെന്നൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് വേഗം ലക്ഷ്മണനെ എൻ്റെ കൂടെ അയക്കൂ, ഇന്ദ്രജിത്തിനെ നിഗ്രഹിക്കുന്ന സംശയമില്ല എന്ന് പറയാണ്. എന്ന് പറഞ്ഞിട്ടാണ് ഈ സർഗം നിർത്തണത്. അപ്പോൾ നമുക്കിവിടെ നിർത്താം. ഇതി ശ്രീമദ് അധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ യുദ്ധകാണ്ഡേ 8 സർഗഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. ഗുരുവായൂരപ്പ ശരണം.